കെ അരുൺകുമാർ, ഞാൻ ഈ ചർച്ച അങ്ങിൽ തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് തുടങ്ങി അങ്ങയിലേക്ക് വരാം എന്ന് കരുതിയത്. ഇപ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലും അങ്ങ് കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിവിധ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില പഴഞ്ചൊല്ലുകളാണ്. വടിയിൽ കനമില്ലാത്തവന് വടിയിൽ ഭയപ്പെടേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തിരിച്ച് പ്രതിപക്ഷം ചോദിക്കുകയാണ്. SFIയുടെ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ പേരിലാണല്ലോ തുടക്കം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കേസ് നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു ധാർമ്മികമായ ഉത്തരവാദിത്തം, ഏറ്റവും ചുരുങ്ങിയത് മാധ്യമങ്ങൾ അത് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന ചില വാചകങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് പ്രവേശിച്ചത്. EP ജയരാജൻ രാജിവെച്ചില്ലേ, സജി ചെറിയാൻ രാജിവെച്ചില്ലേ, ഇന്ന ആളുകൾ രാജിവെച്ചില്ലേ? ആ രാജിവെച്ചു എന്ന് താങ്കൾ പറഞ്ഞ എല്ലാവർക്കെതിരെയും ഒരു ഘട്ടത്തിൽ ചെറിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സജി ചെറിയാൻ്റെ ഒരു പ്രസംഗം അദ്ദേഹത്തിനെതിരെ വിവാദമായി. EP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമനം ചർച്ച ചെയ്യപ്പെട്ടു. അവസാനം വിജിലൻസ് എക്സോണറേറ്റ് ചെയ്തു, പോലീസ് അത് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ രാജിവെക്കപ്പെട്ട എല്ലാവർക്കും ആയി ഏതെങ്കിലും ഘട്ടത്തിൽ ഒരാരോപണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന വിധിന്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ വിധിന്യായമാണല്ലോ. ആ വിധിന്യായത്തിൽ എന്താ പറഞ്ഞത്? ഒരു തരത്തിലും ഒരു ഇല്ലീഗൽ ഗെയിൻ ഗവൺമെന്റിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ നേടിയെടുത്തതായി തെളിയിക്കുന്ന ഒരു രേഖയും, വിസ്പർ ഓഫ് എനി എവിഡൻസ്, ഒരു കണിക പോലും ഇതുവരെ പൊതുസമൂഹത്തിൽ ഇല്ല. ഭാവിയിൽ നിങ്ങൾക്ക് എന്നെങ്കിലും അത് കിട്ടുമെങ്കിൽ, കോൺഗ്രസ്സുകാരാണല്ലോ, ഇതൊക്കെ ഒപ്പിക്കാൻ പറ്റിയ ആളുകളാണല്ലോ, വ്യാജമായിട്ടൊക്കെ ഒരുപാട് ID കാർഡ് വരെ അടിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കിട്ടുവാണെങ്കിൽ അന്നത്തെ കാലത്ത് വിജിലൻസ് കോടതിയിൽ സമീപിക്കാന്നാ പറഞ്ഞേ. ഹൈക്കോടതി എന്താ പറഞ്ഞേ? സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും കളക്ടർ പലതവണ ശുപാർശ ചെയ്തിട്ടും ഇവിടെ ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്ക്, പ്രത്യേകിച്ച് CMRL-ന് ഖനനാനുമതി കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മുഖ്യമന്ത്രി അത് നിയമപരമായി പരിശോധിക്കുക എന്ന് പറഞ്ഞ് അത് താഴേക്ക് ഇടുകയാണ് ചെയ്തത്, അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അത്തരത്തിൽ ഒരു ഇല്ലീഗൽ ഗെയിനും ഗവൺമെന്റിൽ നിന്നില്ല. നിങ്ങൾ ഈ വീണ എന്ന് പറയുന്ന ഒരു സംരംഭകയെ കണക്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രൂപത്തിലാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി CMRL കരാറുണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഗവൺമെന്റിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, അൺഡ്യൂ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അൺഡ്യൂ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ടാണ് എന്ന രൂപത്തിലാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഗവൺമെന്റിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഒരു തരത്തിലും ഒരു അഡ്വാൻറ്റേജും ഒരു ബെനിഫിറ്റും ഉണ്ടായിട്ടില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ വിധിന്യായം കയ്യിലുള്ളപ്പോ പിന്നെ എന്തിനാ മുഖ്യമന്ത്രി രാജിവെക്കണേ? ഒന്ന് പറയണം. 692 കോടി രൂപയാണ് സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത്, സ്യൂസ് ചെയ്തത്. ED സ്യൂസ് ചെയ്തു സോണിയാഗാന്ധിയുടെയും. എന്തേ അവർ രാജിവെക്കാത്തത്? അന്തരം ആ സമയത്ത് MP ആയിരുന്നല്ലോ അദ്ദേഹം, ഇപ്പൊ പ്രതിപക്ഷ നേതാവാണല്ലോ. ബോഫോഴ്സ് കുംഭകോണവുമായി ഇവിടെ കൃത്യമായി നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5000 കോടി രൂപയുടെ ആരോപണമല്ലേ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അവർ രാജിവെച്ച് പുറത്തുപോയോ? നിരവധി ആരോപണങ്ങൾ വ്യക്തിപരമായി നേതാക്കന്മാർക്കെതിരെ വന്നല്ലോ. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണമില്ല, മറിച്ച് മകളായ സംരംഭകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കമ്പനികൾ തമ്മിലുള്ള കരാറിനെ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കുക. ഒരു കാര്യം കൂടി കേട്ടോ, ഏതെങ്കിലും തരത്തിൽ ഒരു കമ്പനി ആദായ നികുതി അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമ്പനിയും ആദായ നികുതി വകുപ്പും തമ്മിലുള്ള ഒരു പ്രശ്നം അത് സെറ്റിൽ ചെയ്തു. ആ സെറ്റിൽ ചെയ്തതിന്റെ ഉള്ളടക്കം മറ്റൊരു കേസിലും രേഖയായി ഉപയോഗിക്കാനോ മറ്റൊരു ഏജൻസിക്കോ ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ള നിയമം ഈ രാജ്യത്തുള്ളപ്പോ അത് ചലഞ്ച് ചെയ്ത് CMRL ഫയൽ ചെയ്ത കേസ് ഡൽഹി ഹൈക്കോടതി വാദം കേട്ട് 2/9/2024 കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന് പറഞ്ഞ കേസിൽ ഒരു കുറ്റപത്രം കൊണ്ടുപോയി കൊടുത്തു. അത് സ്വീകരിച്ചു, വാങ്ങിച്ചു. അത് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ നട്ഷൽ എടുത്ത് പത്രക്കാർക്ക് കൊടുത്തു, സമ്മറി കൊടുത്തു, അതിൽ തന്നെ സീക്രട്ട് എന്ന് മുകളിൽ ടൈപ്പ് ചെയ്തു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. കുഴൽപ്പണം, BJPയുടെ പ്രതിനിധിയല്ലേ ഈ ചർച്ച തുടങ്ങിയത്. കുടകര കുഴൽപ്പണത്തിൽ നിങ്ങളുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. സ്ഥലം വാങ്ങിക്കാൻ പോയ തുകയാണ് 41.6 കോടി രൂപ എന്ന് നിങ്ങൾ കണ്ടെത്തിയല്ലോ. അപ്പൊ നിങ്ങൾ ചിലരെ വെളുപ്പിക്കും, സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തും, സെലക്ടീവ് ലീക്കേജ് നടത്തും. അത് കണ്ടുകൊണ്ട് കോൺഗ്രസ് വലിയ തരത്തിൽ അട്ടഹാസം നടത്തും. മറ്റൊരു രാഷ്ട്രീയ വിഷയത്തിലും അഭിപ്രായം പറയാനില്ലാതെ അതമ്പതിച്ച് ആഭ്യന്തര കലഹത്താൽ തകർന്ന് തരിപ്പണമായി ആജീവനാന്ത പ്രതിപക്ഷമായി മാറിയിരിക്കുന്ന കോൺഗ്രസിന് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന് പറയും. ഇത് ഞങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തിൽ കണ്ടു, ബിരിയാണി ചെമ്പിൽ കണ്ടു, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ കണ്ടു, ലൈഫ് പദ്ധതി അഴിമതി എന്ന രൂപത്തിൽ കണ്ടു, ഖുറാന്റെ ഉള്ളിൽ കണ്ടു. ഒരൊറ്റ അഴിമതിയും പൊതുസമൂഹത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ
തല താത്തി ലജ്ജിച്ച് തോറ്റു തുന്നമ്പാടി ഇടയ്ക്ക് വെച്ച് ഡൽഹിക്ക് തിരിച്ചുപോയ ചരിത്രമാണ് എല്ലാ ഘട്ടത്തിലും ഉള്ളത്. ഈ കേസിലും അത്തരത്തിൽ തോറ്റു തുന്നമ്പാടി അവർ പോകുമെന്നത് ഇതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് അന്വേഷണമാകട്ടെ, കേന്ദ്രമല്ലേ, അവരുടെ കയ്യിലിരിക്കുന്ന അന്വേഷണ ഏജൻസി അല്ലേ, എന്തും ചെയ്യാൻ പാടില്ലെന്ന് നിയമം പറഞ്ഞാൽ അതും ചെയ്യാം. സുപ്രീം കോടതി നമ്മൾ പറഞ്ഞു ഭരണഘടനയാണ് വലുത്, ഗവർണർ ഇവിടെ അമിതാധികാരം കാണിക്കുന്നു. 3.5 കൊല്ലമാണ് മാധ്യമങ്ങൾ ചർച്ച നടത്തി. എത്ര ഹീറോ ആയിട്ടാണ് ഈ കേരളത്തിന്റെ ആരിഫ് മുഹമ്മദ് ഖാനെ അടക്കം ചിത്രീകരിച്ച് നമ്മൾ കണ്ടല്ലോ. സുപ്രീം കോടതിയുടെ ഒറ്റ വിധിന്യായത്തിൽ CPM പറഞ്ഞതാണ് ശരി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചതാണ് ശരി. ഇവിടെ ഗവൺമെന്റിന്റെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ച് മാത്രമേ ഗവർണർ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് കണ്ടില്ലേ. അതുപോലെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയത്തിനെതിരെ ഞങ്ങൾ ഫയൽ ചെയ്ത കേസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കാൻ പോവുകയാണ്. അവിടെയും ഞങ്ങൾ മുന്നോട്ട് വെച്ച നിലപാടാണ് ശരിയെന്ന് സുപ്രീം കോടതി കണ്ടെത്തും, പരമാവധി നീതിപീഠം കണ്ടെത്തും. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ കണ്ടെത്തി കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ തന്നെ പറഞ്ഞിരിക്കുന്നു, EDയുടെ വിശ്വാസം പോയി, CBI കൂട്ടിലടച്ച തത്തിയാണ്, വിശ്വാസം പോയി. ഉത്തർപ്രദേശിലെ ഗവൺമെന്റിനോടൊക്കെ പറഞ്ഞില്ലേ, നീതിന്യായ വ്യവസ്ഥ തകർക്കപ്പെട്ട സ്ഥലം, അവിടെ ബുൾഡോസർ രാജ്യം നടപ്പാക്കിയ സ്ഥലത്ത് എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുക. ഈ അധികാരമുണ്ടെന്ന് വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ സ്വരത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള അധമ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഈ രാജ്യം തിരിച്ചറിയുക തന്നെ ചെയ്യും. പക്ഷെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു നയം, ഇവിടെ വരുമ്പോൾ ഇവിടെ CPMനെ തകർക്കാൻ വലിയ തരത്തിലുള്ള നുണപ്രചരണം നടത്തും. അതൊക്കെ ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടി പാളിസായി പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾക്കൊരു ഭയമില്ല. എല്ലാവർക്കും കൃത്യമായ സമയം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കോടതിയുടെ മുന്നിൽ ഞങ്ങൾ തെളിയിക്കും. ശരി.